പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലാ ഹയർ സ്റ്റഡീസ് എക്സ്പോ ദിശ 2024 പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഡെപ്യൂട്ടി കളക്ടർ കെ.ടി. സന്ധ്യാദേവി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ എം.ജെ. രാജു മുഖ്യപ്രഭാഷണം നടത്തി. കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ ഡോക്ടർ സി.എ. ബിജോയ്, വാർഡ് കൗൺസിലർ ഇ.ജി. ശശി, പി.ടി.എ. പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ്, വൈസ് പ്രസിഡന്റ് ബി. അനിൽകുമാർ, പ്രിൻസിപ്പാൾ വീണ എസ്.വി., ഹെഡ് മിസ്റ്റേഴ്സ് സിനി എ.എസ്., പ്രമോദ് മാലിങ്കര തുടങ്ങിയവർ സംസാരിച്ചു. ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് സംസ്കാരം പകർന്നു കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ അടിമുടി മാറ്റി ഉറയ്ക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കൊച്ചു കേരളം സാമൂഹ്യ, സാഹിത്യ, സാംസ്കാരിക, ആരോഗ്യ മേഖലകളിൽ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഏറ്റവും മികവുറ്റ പങ്കാണ്. വിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ആലുവ വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ ഇന്ന് പറവൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ വെച്ച് മിനി ദിശ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ദിശാബോധം നൽകുന്ന ഈ പരിപാടിയിൽ നമ്മൾ കൃത്യമായ കുട്ടികൾക്ക് സെമിനാർ സെഷനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6ഓളം ക്ലാസ് റൂമുകളിലായിട്ട് 15ഓളം സ്റ്റാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ എറണാകുളം ജില്ലയിലെ ആലുവ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് കാണാൻ കഴിയുന്ന തരത്തിലാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസും കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ദിശ വലിയൊരു പ്രോഗ്രാമായിട്ടാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആലുവ ഉപജില്ലയിൽ നിന്നും 3000-ൽ പരം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചിട്ടുകൊണ്ടുള്ള കരിയർ ദിശയാണ് ഇവിടെ നടക്കുന്നത്. വിദ്യാർത്ഥികളെ നൂതനമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ദിശയ്ക്ക് വേണ്ടി എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.